അസ്വാഭാവിക പിന്തുണയുണ്ടോ പത്മകുമാറിന് എന്നുള്ളതാണ് ചോദ്യം. പിന്തുണ ഇല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞാൻ പറയാൻ പോകുന്ന വേറെ കാര്യമാണ്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ശബരിമലയിലെ എല്ലാവർക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ പെർഫോം ചെയ്യാൻ കഴിയില്ല. അവിടെ പെർഫോം ചെയ്യണമെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവിടെ കയറി വരുന്ന ഈ മുതലാളിമാരെയും അതുപോലെ തന്നെ അവിടെ വരുന്ന ഈ പ്രധാനപ്പെട്ട വിശ്വാസികളെ എല്ലാം കൈകാര്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറ്റില്ല. നമ്മൾ ആദ്യത്തെ മീറ്റേഴ്സ് ചർച്ച ചെയ്യുന്ന സമയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞത് അവിടുത്തെ പൂജ നടത്തുന്നതിൻ്റെ അകത്തും അവിടുത്തെ ആചാരങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ രീതിയിൽ അവിടെ കീഴ്ശാന്തിയായി പ്രവർത്തിച്ച ആളാണ്, അവിടെ പരികർമ്മിയായി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആൾ പറയുകയാണ്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി, അവിടുത്തെ തന്ത്രി പറയുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അവിടെ ആളില്ല. അത് ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് തീരുമാനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇൻക്ലൂഡിങ് ഹൈക്കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒരാൾക്കും ചെയ്യാൻ കഴിയില്ലെന്നേ. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ്? വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ കൂടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ പവർ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2017 വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് മാറ്റിയത്, അല്ലെങ്കിൽ മാറ്റാൻ കഴിയുമോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഈ പറയുന്ന പരികർമ്മീൻ്റെ സ്ഥലത്തുനിന്നും ഈ പറഞ്ഞ കീഴ്ശാന്തിയുടെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ കഴിയുമായിരുന്നോ? മാറ്റാൻ കഴിയില്ലായിരുന്നോ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഇനിയിപ്പോൾ ഞാൻ പറയാണ്, പത്മകുമാർ പറയാം ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിക്കോളാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റണമെങ്കിൽ അവിടുത്തെ മേലുള്ള തന്ത്രി പോലെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് ഉറപ്പിടണം. അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം, കാരണം കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന പരികർമ്മി എന്ന് പറഞ്ഞാൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അവിടുന്ന് ഒരാളെ മാറ്റാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇപ്പം ഞാൻ പറയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ളനാണ്, ഈ പറഞ്ഞ സാധനം മുഴുവൻ അടിച്ചുകൊണ്ട് പോകണം, ശബരിമലയുടെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ വിശ്വസിച്ചാൽ തന്നെ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ളതിന് സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്താരാ? ആരാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ അനുമതി കൊടുത്തത്? അപ്പോൾ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ശബരിമലയിൽ നടക്കുന്ന പ്രശ്നം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിശ്വാസത്തിലൂടെ കള്ളത്തരം ചെയ്യാൻ വരുന്ന ഒരാൾ അതിനുള്ളിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു എന്നുള്ളതാണ്. അതിനപ്പുറമാണ്. അത്രയും വിപുലമായ അധികാരങ്ങളൊന്നും ഇല്ല കേട്ടോ തന്ത്രിക്ക്. അല്ല, ഞാൻ പറയുന്നത് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ അരുൺ സാർ നേരത്തെ പറഞ്ഞു വാജി വാഹനം അവിടെ ഇല്ല. വാജി വാഹനം അവിടുന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അവിടെ പ്രയർ കോവലേഷൻ ഹാൻഡ് ഓവർ കൊടുത്തത് തന്ത്രിയുടെ കയ്യിലാണ്. അവിടെ അത് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോഴും അത് ചർച്ച ചെയ്യാത്തതിന് കാരണം എന്താണെന്നറിയോ? ചർച്ചയാവുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ പത്മകുമാർ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പം അങ്ങനെ ചർച്ച ചെയ്യപ്പെടാനാണെങ്കിൽ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. സുഭാഷ് കപൂർ എന്ന് പറയുന്ന വിഗ്രഹം കളവ് നടത്തിയ ഒരു ആളെക്കുറിച്ച് പറഞ്ഞു. തമിഴ്നാട്ടിലെ ഒരാളാണ് അദ്ദേഹം. ഈ പറയുന്ന റിപ്ലിക്ക ഉണ്ടായി, തഞ്ചാവൂരിലെ റിപ്ലിക്ക ഉണ്ടാക്കി അവർക്കൊരു വാതിൽ കിട്ടി, അതിന് റിപ്ലിക്ക ഉണ്ടാക്കി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കും. വിഗ്രഹം കിട്ടി, അതിന് റിപ്ലിക്ക ഉണ്ടാക്കി ഇതുപോലെയുള്ള സാധനമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും റിപ്ലിക്ക ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അറിയോ, ഇത് സെലക്റ്റീവാണ്. ഇപ്പോൾ സെലക്റ്റീവ് എന്താണ് ഈ സെലക്റ്റീവിൻ്റെ അർത്ഥം? സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ സംശയിക്കട്ടെ, ഈ വിജിലൻസ് കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം വീണ്ടും ഇവിടെ എത്തുമ്പോൾ വിജിലൻസ് ഈ സംവിധാനം അവിടെ തന്നെ ഉള്ളതാണ്, ദേവസ്വം വിജിലൻസ് ഉണ്ട്, അവരിത് ഫ്ലാഗ് ചെയ്യില്ലേ? ആരാണ് ദേവസ്വം ബോർഡിനെ അറിയിക്കില്ലേ? റിപ്പോർട്ട് ചെയ്യേണ്ട ദേവസ്വം ഞാൻ ചോദിക്കുന്നത് എൻവാസു ആണോ കൊണ്ടുവന്നേ? അല്ലെങ്കിൽ ഈ പറയുന്ന പത്മകുമാറാണോ കൊണ്ടുവന്നത്? അല്ലല്ലോ. കൊണ്ടിരുന്നത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു രാഷ്ട്രീയ അല്ല, ഞാൻ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണെന്നേ ഞാൻ പറയുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ ഇത് പറയാം. ഈ പറഞ്ഞ എൻവാസുവിനെ പറയാം. ഞാൻ പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവരെ പറയാം. പക്ഷേ ഇത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ല, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വിശ്വാസമുള്ള ആളെ കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ശബരിമല. ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ശബരിമലയിൽ മാത്രമുള്ള പ്രശ്നമാണോ? നിങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും നോക്കിക്കോളൂ. ഈ കീഴ്ശാന്തിമാരും ഈ പറയുന്ന എല്ലാവരും അങ്ങനെയാണെന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു കള്ളനുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതാ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവൻ പിടിക്കപ്പെടുമ്പോഴല്ലേ അറിയാൻ കഴിയുള്ളൂ, അല്ലാതെ എങ്ങനെ അറിയാൻ കഴിയുക? അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇപ്പം സ്വർണ്ണം എന്ന് എഴുതിയതിന് പകരം ചെമ്പ് എന്ന് എഴുതിയത് തെറ്റാണ്.
തെറ്റല്ല എന്നാരാ പറയുന്നത്? അങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല, തെറ്റാണ്. ആ പോസ്റ്റിലേക്ക് ഉദ്യോഗസ്ഥൻ നോക്കണം. പണ്ട് കോടതി പറയും എന്ത്, നിയമം അറിയില്ല എന്ന് പറയുന്നത് അതൊരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇതായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾക്ക് നിയമം അറിഞ്ഞിരിക്കണം, അത് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എനിക്ക് നിയമം അറിയാത്തതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കോടതി പറയാൻ പറ്റില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ആ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ എഴുതാൻ പാടില്ല എന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കാൻ പാടില്ല, ഞാൻ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ സ്വർണം പൂശിയ പിന്നെ എന്താണ് ചെമ്പ് വാളി എന്ന് എഴുതുന്നതിന് പകരം ചെമ്പ് വാളി എന്ന് എഴുതാൻ പാടില്ല, പിത്തള എന്ന് മാറ്റിയിട്ട് ചെമ്പ് എന്ന് എഴുതാൻ പറയില്ല. അത് പിത്തളയാണോ ചെമ്പാണോ നോക്കിയിട്ട് എഴുതാൻ പാടുള്ളൂ, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് എന്ത് വേണ്ടിയിട്ട്, അത് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു അത് പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്നു. ആര് ചെയ്തിരിക്കുന്നു? അത് പ്ലാൻ ചെയ്തിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ വിശ്വസിക്കുന്ന എന്ത് ഭാഗത്തായിരിക്കും? ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് പത്മകുമാർ അത് പറയുന്നത് ദൈവതുല്യരായി കണ്ടവരെല്ലാം എന്നെ ചതിച്ചു എന്ന് പറയുന്നൊരു കാര്യം. ദൈവതുല്യരായി അപ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുന്നറിയോ? ദൈവതുല്യരായി കണ്ടിരിക്കുന്നത് പിണറായി വിജയനെയാണ് എന്നങ്ങ് പറയുകയാണ്. ഏത് പത്മകുമാർ പറയാൻ പോകുന്നത്? ഞാൻ ദൈവതുല്യൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് പറയുക. നമ്മൾ അങ്ങനെയാണോ പറയുക? രാഷ്ട്രീയ നേതാവിനെ ദൈവതുല്യനായിട്ട് കാണുമോ ആരെങ്കിലും? പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിനെ ദൈവതുല്യനായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കുകയാണ്. ഇപ്പോൾ ഇനി പത്മകുമാർ ഒന്നും പറയില്ല, കാരണം അദ്ദേഹം ജയിലിലാണല്ലോ. ഇപ്പോൾ ഒന്നും എനിക്ക് പറയാൻ പോകുന്നില്ല നാളെ രാവിലെ ഞാൻ ദൈവതുല്യനായി കണ്ടത് മുഖ്യമന്ത്രി അല്ല, വേറെ ആളെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചത് 2 ആഴ്ച മുന്നെയോ 3 ആഴ്ച മുന്നെയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ദൈവതുല്യനായി കണ്ടിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു. അടുത്ത അന്വേഷണം മുഖ്യമന്ത്രി. ഇതാണെന്നേ പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്, അന്വേഷണം സെലക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞൂടെ നേരിട്ട് അദ്ദേഹം ജയിലാവുന്നതിന് ഒരാഴ്ച മുന്നേ നേതാവ് ദേവസ്വം ബോർഡിന്റെ ജയിലാവുന്നതിന് ഒരാഴ്ച മുന്നേ എടുത്ത് ബൈറ്റ് എടുത്ത് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് ദൈവതുല്യനായി കണ്ടിരിക്കുന്നു. ദൈവതുല്യം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് തന്ത്രിയെ വലിയ പരിചയമില്ല എന്ന് പറഞ്ഞിട്ട്, അല്ല ക്ഷമിക്കരുത്, തന്ത്രിയല്ല, പോറ്റിയെ വലിയ പരിചയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പോറ്റിയെ വലിയ പരിചയമില്ല എന്ന് ഞാൻ പറയുന്നത് അറിയോ? ഞാൻ വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, പത്മകുമാർ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് നമ്മൾ ഈ ഇന്റർപ്രറ്റ് ചെയ്ത് പോകുന്ന അങ്ങോട്ടാ. അതിനൊരു കാര്യമുണ്ട്, അതിനുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇലക്ഷൻ പടിവാദിക്കില്ലാന്നേ, ഇലക്ഷൻ പടിവാദിക്കലാണ്. ശബരിമലയിൽ സ്വർണം പോയി എന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്താണ്, കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ ഒരു ആരോപണം ഇന്നും പറയാൻ പറ്റാത്ത പ്രതിപക്ഷത്തിൽ കിട്ടുന്ന വടി എന്നുള്ള അർത്ഥത്തിൽ ഇതിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ കൊണ്ടുപോകണം? ഞാൻ ചോദിക്കുന്നത് ഒരാഴ്ച മുന്നേ വന്ന ഈ പറയുന്ന ശബരിമല മാത്രമാണുള്ള പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. 9 വർഷം മറിച്ച് പിണറായി സർക്കാരിനെതിരെ ആരോപണം പറയാൻ ഒന്നും ഇപ്പൊ കയ്യിലില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് പറയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ മുഖ്യമന്ത്രി എന്നുള്ളത് അന്വേഷണം നടക്കുന്നില്ലല്ലോ? ആരുടെ നേതൃത്വം? SIT നേതൃത്വം. ഇപ്പൊ മുഖ്യമന്ത്രി അല്ലല്ലോ അതിന്റെ മേധാവി, ആണോ? അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലല്ലോ മേധാവി, SIT അല്ല അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഇത് അന്വേഷണം നടത്തുന്നത് അത് നോക്കുന്നില്ല. പിന്നെ സെലക്റ്റീവായിട്ട് അയ്യോ എങ്ങനെയില്ല അങ്ങോട്ട് കൊണ്ടു ദേവസ്വം മന്ത്രി, ദേവസ്വം മുഖ്യമന്ത്രി. 2017, 18, 19 പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോൾ ദേവസ്വം മന്ത്രി എന്ത് ചെയ്യാൻ പറ്റണം? എന്തിനു ചെയ്യാനുണ്ടോ? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ്റെ പടിവാദിക്കൽ 9 വർഷമായിട്ട് പറയാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ വന്നിട്ട് 1 മണിക്കൂർ മുന്നേ പറയാം. ഞാൻ വിചാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ശബരിമലയിൽ കൊണ്ടുവന്നവർക്ക് തുടങ്ങി, ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവർക്ക് തുടങ്ങി, വിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് തുടങ്ങി, എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, അത് പൊളിറ്റിക്കൽ ആൾക്കാരെ മാത്രം കുറച്ച് ഉദ്യോഗസ്ഥരെ പിടിച്ച് ജയിലിലിട്ടാൽ ഇതോടെ അവസാനിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. Meet the editors.